ആൾക്കാർമാരെ, ഇന്നൊരു വെരി ലോങ് അവൈറ്റഡ് വീഡിയോ ആണ്. ഇന്ന് എന്റെ ഈ ബാങ്ക്സ് വെട്ടാൻ പോവുകയാണ്. ഇപ്പൊ ഞാൻ സ്കൂളിൽ നിന്ന് വന്നുള്ളൂ. അപ്പോഴേക്കും മമ്മി പറഞ്ഞു നമുക്ക് പോയി വെട്ടാൻ പോവാം. അപ്പൊ അതെ, ഇപ്പൊ ഞങ്ങള് പോവാണ്. ഇവന്റെ മുടി വെട്ടുന്നുണ്ടോ? പാപ്പ മുടി വെട്ടിയില്ലെങ്കിലും വഴക്ക് കേൾക്കുന്നത് മമ്മിക്കാണ്, അറിയോ? വെരി ബാഡ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങള് മുടി വെട്ടാൻ പോവാണ്. പോവാം. ഓക്കേ, പോവാം. ഇതെന്താ ഇവിടെ? ചുടു ബൈ, പോയിട്ട് വരാട്ടോ. ഹെയർ കട്ട് ചെയ്തിട്ട് ഓടി വരാവേ. ബൈ ബൈ. സങ്കടമായി. ഞങ്ങളിപ്പോ ഇവിടെ ഒരു അടുത്തുള്ള ഒരു ഷോപ്പിലാണ് പോകാൻ പോണത്. സലോൺ. അപ്പോൾ ഇപ്പുറത്തൊരു സ്ഥലമുണ്ട്, അവിടെ അടിപൊളിയാണ് ആക്ച്വലി. പാപ്പുവിന് ഇത്ര നാള് സാധാരണ ഫ്രിഞ്ചസ് വെട്ടുമ്പോ ഇവിടെ കേറും ഇറങ്ങും, ചിലപ്പോ മുകളിലേക്ക് കയറും, ചിലപ്പോ വല്ലാണ്ട് ഇറങ്ങും. പക്ഷെ ഇവിടെ വെട്ടിയപ്പോ കറക്റ്റ് ആയിട്ട് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അതുകൊണ്ട് അവിടേക്കാണ് ഞങ്ങളിപ്പോ പോണത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്റെ വണ്ടിയിനുള്ളിൽ കയറിയിട്ട് കാണാം. ഓക്കെ, ബൈ. ഓക്കെ, നമ്മൾ എത്തിയിരിക്കുന്നു ആൾക്കാരുമാരെ. 2 സെക്കൻഡ് എടുത്തുള്ള ഇടത്ത്. 2 സെക്കൻഡാണ്. ഓക്കെ, ഞങ്ങളെ കൂട്ടത്തിൽ ചെറിയൊരു വീഡിയോ കൂടെ ഷൂട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ആൾക്ക് അന്ന് ചെയ്ത പോലെ തന്നെ ഫ്രിഞ്ചസ് വെട്ടണം. ഇപ്പൊ ഇവിടെ ചെയ്യുമ്പോ മാത്രമേ ഇപ്പൊ പാപ്പന് ഇഷ്ടമുള്ളൂ. ഓക്കെ, അത് മുടി മൊത്തത്തിൽ ഷോർട്ട് ചെയ്തല്ലോ. ആലോചിക്കുകയായിരുന്നു ആൾക്കാർക്ക് എന്താണ് തോന്നുന്നത്. സ്മോൾ ആയിട്ട് കെട്ടണം, ഇങ്ങനെ തന്നെ അപ്പൊ ഈ ചേട്ടൻ പറയുന്നത് ഷോർട്ട് ആക്കി കഴിഞ്ഞാൽ ഇത്രയും വളരണമെങ്കിൽ കിतना साल लगेगा? 2.5 to 3 years. അപ്പൊ വെട്ടണ്ട അല്ലേ നമുക്ക് വേറെ ഏതെങ്കിലും ഹെയർ സ്റ്റൈൽ നോക്കാം. വെട്ടാണ്ട് പിന്നെ ഭയങ്കര ഷോർട്ടാക്കാണ്ട്, ഭയങ്കര ഷോർട്ടാക്കാൻ ഇങ്ങനെ ലേയേഴ്സ് എന്തെങ്കിലും അല്ലേ? നമുക്ക് നമ്മുടെ അക്കമാരോട് ചോദിക്കാം. ബാങ്ക്സ് നല്ലതാ, പക്ഷെ ബാങ്ക്സ് കണ്ണിന്റെ മുകളിലേക്ക് വീഴുമ്പോഴാണ് പ്രശ്നം. ഇതൊരു മമ്മിക്കുള്ള കംപ്ലൈന്റ് ഏതായാലും മാറിക്കിട്ടും. എനിക്കാണ് ഇവളുടെ ബാങ്ക്സ് കാരണം ഫുള്ള് പ്രശ്നം. എല്ലാവരും മുടി വെട്ടിക്കൊടുക്കാത്ത. സോ പാപ്പന്റെ മൊത്തം മുടി നമുക്ക് അങ്ങ് വെട്ടി ഷോർട്ട് ചെയ്യാൻ പോവാ അല്ലേ? പറ, എന്ത് ചെയ്യണ്ട്? ഇപ്പൊ വേണ്ട, ആൾക്കാർമാര് എന്താണ് പറയുന്നത് നോക്കിയിട്ട് ചെയ്യും. ഓക്കെ, ശരി. പാപ്പിന്റെ ഹെയർ കട്ട് ചെയ്യാൻ പാപ്പിന്റെ അക്കമാര് സമ്മതിക്കുന്ന എനിക്ക് തോന്നണില്ല കേട്ടോ. ലാസ്റ്റ് ടൈം ജിतना लिया था वो लिया होगा ना वो स्ट्रैंड. ഒരു ഒറ്റ സ്ട്രാൻഡ്. ഓക്കെ, ഷീ വോണ്ട് സിർഫ് एक ही स्ट्रैंड. What exactly is happening there? നമുക്കിനി ലാസ്റ്റ് ആവുമ്പോൾ ഇവിടെ എന്താ ഈ സൈഡിൽ കിടക്കുന്നത്? കാണിച്ചു തരൂല. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ആവുമ്പോഴേക്കും വരാം. ഓക്കെ. So here you go, the final look of പാപ്പു. പാപ്പു ഈ ചേട്ടൻ്റെ അടുത്ത് എന്തൊക്കെയൊക്കെയോ പറഞ്ഞ് സൈഡിൽ 2 വരയൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ തുറക്കട്ടെ? ഇത് പുതിയ സാധനമാണല്ലോ 2 ഹായ്, ഇതെന്താ അത് നോക്കട്ടെ. ഇതിനൊക്കെ 2 കൊമ്പുണ്ട്, മമ്മീനെ പോലെ. കൊറിയൻ കുട്ടിയെ പോലെ ഉണ്ട്.
താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. അപ്പം ഞങ്ങൾ വന്നിരിക്കുന്ന ഇവിടെ ഫാമിലി ടൈം സലൂൺ അല്ലേ, നമ്മുടെ വെണ്ണലയിലുള്ള. അപ്പൊ താങ്ക് യു സോ മച്ച്. ഞങ്ങൾ പോവാണ്. ഇനി അടുത്ത ഫ്രിഞ്ചസ് വെട്ടാൻ വേണ്ടിട്ട് വരാം കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്കില്. 2 കൊമ്പുണ്ട് മമ്മിയെ പോലെ. അപ്പൊ എനിക്ക് ഈ സലോണിന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു പാട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്രിഞ്ചസ് വെട്ടുമ്പോൾ യൂഷ്വലി അതിങ്ങനെ ഭയങ്കര ക്ലോസ് ആയിട്ട് ഇവിടെയൊക്കെ പൊടിയായിട്ട് എന്നെ കണ്ണിൽ ഭയങ്കര ഇറിറ്റേഷൻ വരാറുണ്ട്. പക്ഷെ ഇവിടെ അതില്ല, നല്ല ഇങ്ങനെ ഞാൻ വണ്ടി ഓടിക്കട്ടെ? പറ്റൂല. ഇപ്പൊ ഇവിടെ അടിപൊളിയാണ് ആൾക്കാർ ഇവിടെ വന്നിരിക്കാൻ. ഓക്കെ, അപ്പൊ ഞങ്ങളുടെ ഇതാണ് ഫൈനൽ ലുക്ക്. 2 കൊമ്പൊക്കെ ഉണ്ട്. അപ്പൊ ഇതാണ് ഞാനിപ്പോൾ ഇവിടെ സൈൻ ഓഫ് ചെയ്യാൻ പോവാണ്. ബൈ ഗൈസ്.